ചിന്താവിഷയം അഥവാ തീം കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് പറയാൻ ശ്രമിക്കാമോ? പറയാമോ? ഇന്നലെ ആരൊക്കെയോ ഇവിടെ കാണാതെ പറയാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടു. അപ്പം നമുക്ക് ഒരുമിച്ച് ആ വേദഭാഗം ഒന്ന് പറയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ബൈബിൾ ഉള്ളവർ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാം. നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ആ വേദഭാഗം നമ്മുടെ ഹൃദയത്തിൽ മനഃപ്പാഠമായിരിക്കണം. ആരെങ്കിലും നമ്മൾ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെ സഭയിലൊക്കെ ചെല്ലുമ്പോൾ എന്താണ് നിങ്ങളുടെ ചിന്താവിഷയം എന്ന് ആ വാക്യം ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളോ, ഒന്നിച്ച് പറയാറുള്ളത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ബൈബിൾ നോക്കി പറഞ്ഞാൽ മതി. നമ്മൾ മനസ്സിൽ നിന്ന് പറയാൻ വേണ്ട. ശരി, സ്റ്റാർട്ട്. ഉറച്ചു പറയണം. സ്റ്റാർട്ട്. ശരി, വളരെ നന്ദി. ഇന്നലെയൊക്കെ ഈ ചിന്താവിഷയത്തെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടില്ലേ? ഇന്നലെ വൈകിട്ട് അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിശദീകരണം നമുക്ക് ലൈഫ് പാസ്റ്റിൽ നമുക്ക് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ പാട്ടുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ഈ വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴും ഈ വചനം ഒന്നുകൂടെ വായിക്കുകയും അതേ മനസ്സിലൊന്നുകൂടെ പറയാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്നുകൂടെ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ആ വാക്യങ്ങൾ ആഴമായി പതിയും. അപ്പോൾ നമ്മൾ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു രാജകീയ പുരോഹിത വിശുദ്ധ വംശമാണെന്ന് ഈ ദൈവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഉറപ്പുണ്ടോ? ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഇന്നിവിടെ ക്യാമ്പിന് വരാൻ തന്നെ, കഴിഞ്ഞ ദിവസം ഇവിടെ വരാൻ തന്നെ കാരണം ദൈവം കൂടെ നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് നമുക്ക് വരാനായിട്ട് പറ്റിയത്. അപ്പോൾ ദൈവം നമ്മളെ അറിയുന്നു, ദൈവം നമ്മളെ ഇവിടേക്ക് നയിച്ചു, നമുക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി നമ്മളിവിടെ ആയി. അപ്പോൾ ദൈവമാണ് നമ്മളെവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. നമ്മൾ ഇന്നലേക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 ഇംഗ്ലീഷ് വാക്കുകൾ നമുക്കറിയാം. ഒന്ന് ഇലക്ഷൻ. നമ്മുടെ ഇന്ത്യ, ഭാരതം ഒരു ഇലക്ഷനിലേക്ക് പോകാൻ പോവുകയാണ്. ഈ മാസം അടുത്ത മാസം 26-ാം തീയതി നമ്മുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുകളൊക്കെയാണ്. തിരഞ്ഞെടുപ്പ് അഥവാ ഇലക്ഷൻ എന്ന ഒരു വാക്ക് ഇംഗ്ലീഷിൽ നമുക്ക് കേൾക്കാൻ അറിയാം. പിന്നെ ഒരു വാക്ക് ഏതാ? സെലക്ഷൻ. അതിൻ്റെ മലയാള വാക്ക് നമ്മൾ പറയുന്നത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഇത് തമ്മിലുള്ളതായ വ്യത്യാസം? ഇലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നിങ്ങൾക്ക് എത്ര പേർ വോട്ടവകാശമുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒത്തിരി ആളുകൾ, ഒരു മണ്ഡലത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ നമ്മുടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് വിടുകയാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ധാരാളം ആളുകൾ ചേർന്ന് ആരെ തിരഞ്ഞെടുക്കുന്നു? നമുക്ക് അനുയോജ്യമായ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഒത്തിരി പേര് ചേർന്നിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. സെലക്ഷൻ എന്താണ്? നമ്മളൊരു വസ്ത്രശാലയിലേക്ക് പോയാൽ, തുണിക്കടയിലേക്ക് പോയാൽ അവിടെ ധാരാളം വസ്ത്രങ്ങൾ അവർ സെയിൽസ് ചിന്തിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നവരെടുത്തിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ്
ബെസ്റ്റ് ആയിരിക്കുന്ന ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ധാരാളം ഉള്ളതിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കുക, അതിനെയാണ് എന്താ പറയുന്നത്? സെലക്ഷൻ പറയുന്നത്. അപ്പോൾ നോക്കുക, ദൈവം നമ്മെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു. പിന്നെ ധാരാളം ഉള്ളതിൽ നിന്നും എന്നെയും നിങ്ങളെയും ദൈവം ചെയ്തു തിരഞ്ഞെടുത്തു. ചിലപ്പോൾ ഒന്നായിരിക്കും, ഒന്നൊരു വസ്ത്രം മതിയായിരിക്കും. അവിടെ ധാരാളം വസ്ത്രങ്ങൾ കാണും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായതിനെ തിരഞ്ഞെടുക്കുന്നതിനാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആ അർത്ഥത്തിലാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ദൈവം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ചെറുപ്പക്കാർ മക്കളുണ്ട്. അതിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തു. ഞാനൊരു വസ്ത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായതിനെ ഞാൻ തിരഞ്ഞെടുക്കത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടതിനെ ഞാൻ തിരഞ്ഞെടുക്കത്തുള്ളൂ. ഞാൻ മുതൽ മുടക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് മനസ്സിന് ഇണങ്ങിയതുമായത് ഞാൻ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ദൈവം, ഈ സമൂഹത്തിൽ നിന്ന് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇത് പേഴ്സണലാണ്, വ്യക്തിപരമായിട്ടാണ്. നമ്മൾ ഒന്നിച്ച് തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു. പിന്നെ എന്നെയും നിങ്ങളെ നമ്മൾ വേദപുസ്തകമായി പേർ ചൊല്ലി വിളിച്ച ദൈവം. അപ്പോൾ ദൈവം നമ്മളെ ഈ സമൂഹത്തിൽ നിന്നും ദൈവം എന്നെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടല്ലേ? ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് കാണാത്ത എന്തൊക്കെയോ സവിശേഷതകൾ നിങ്ങളിൽ എല്ലാവരും, എന്നിലും നിങ്ങളിലും ദൈവം കണ്ടു. ഇന്ന് പകൽ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കും ഭാഗവാക്കുകളായി തീരുവാൻ ഇടയായതിനെ ഓർത്ത് നമുക്ക് ഈ പ്രവാഹത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുള്ളവരെ. ദൈവം തിരഞ്ഞെടുത്തതിന് ഏറ്റവും ബെസ്റ്റായതിനെ ദൈവം കണ്ട് തിരഞ്ഞെടുത്തത് ഒരിക്കലും മോശമാകത്തില്ല. ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? മറ്റുള്ളതിനേക്കാൾ, മറ്റ് പലതിനേക്കാൾ ദൈവം എന്നെ കണ്ടു എന്നുള്ളതാണ്, ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഈ നമ്മുടെ ചിന്താവിഷയമായ വാക്യം വേർഡ്സ് വായിക്കുമ്പോൾ അവിടെ പല പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് 4 പ്രത്യേകതകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 4 പ്രത്യേകതകൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. അവിടെ ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹമെന്നാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമെന്നാണ്. അപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിലും നമ്മളെല്ലാം കൂടെ ചേരുമ്പോൾ എന്താണ്? ഒരു സമൂഹമാണ്. അപ്പോൾ നമ്മുടെ പ്രത്യേകതകളാണ് താഴെ പറയുന്നത്. നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്. രണ്ടാമതായിട്ടാണ് പറയുകയാണ്, പിന്നെ രാജകീയ പുരോഹിത വർഗമാണ്. മൂന്നാമതായി പറയുന്നു അവരുടെ സവിശേഷതകളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ക്വാളിറ്റി ഉണ്ടാവണം? നമ്മളൊരു പ്രത്യേക ജനമാണെന്ന് നമുക്ക് ബോധ്യം വരണം. നമ്മൾ സാധാരണ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാണെന്ന് നമുക്ക് തോന്നണം. നിങ്ങൾ കോളേജിലോ സ്കൂളിലോ ജോലി സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ബോധ്യമാണ്, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ, എനിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകണം, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണ് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം. ഈ ക്യാമ്പിലൂടെ നമുക്ക് അതാണ് ആർജിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് അസാൻമാർഗീയമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്തരാണെന്നുള്ളതായ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുവാൻ തയ്യാറാണ്. മാത്രമല്ല ഇവിടെ പറയുകയാണ്, നമ്മൾ സാധാരണക്കാരല്ല, രാജകീയ പുരോഹിത വർഗം. ഇവിടെ പറയുന്നത് പുരോഹിത വർഗം എന്നല്ല, അതിനും ഒരു സവിശേഷതകൾ കാണുന്നു, വിശേഷത കൊടുക്കുന്നു. ഏത് പുരോഹിതരാ? രാജകീയ. ആരാണ് ഈ രാജാവ്?
ദൈവമായിട്ട് രാജാവിന്റെ പുരോഹിത വർഗമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത് പറയുന്നു, നമ്മളൊരു വിശുദ്ധ ഗണമാണ്. അവസാനമായി പറയുകയാണ്, സ്വന്തം ജനമാണ്. ആരുടെ സ്വന്തമാണ്? നമ്മൾ ആരുടെ സ്വന്തമാണ്? പപ്പയുടെയും അമ്മയുടെയും സ്വന്തമാണോ? അല്ലയോ? അവരുടെ സ്വന്തമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും ഈ ലോകത്തിൽ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പ്രത്യേകതയാണ്, ഒരു പ്രാധാന്യമുള്ള അവസ്ഥയാണ്. മറ്റുള്ളവരെക്കാൾ ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് അങ്ങനെ തോന്നണം. ദൈവത്തിന്റെ സ്വന്തം ജനം എന്നാണ്, സ്വന്തം മക്കളെന്നാണ്. നമ്മൾ അപ്പൻ്റെയും അമ്മയുടെയും മക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആരുടെയും കൂടാണ്? ദൈവത്തിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ആ സവിശേഷതകൾ നിറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു വായിച്ചേ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോളം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. അവിടെ മേൽ പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്ത? എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കും? ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് പല ഉദ്ദേശങ്ങളുണ്ട്, പല പദ്ധതികളുണ്ട് നമ്മളെ കുറിച്ച്. അതിലൊരു പദ്ധതിയാണ് ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ആ ദൈവത്തെ, ഞാൻ സേവിക്കുന്ന ദൈവത്തെ, ഞാൻ അറിയുന്ന ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രസ്താവിക്കുക എന്നുള്ളതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാകണം. നമുക്ക് ദൈവത്തെ അറിയാം, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ ആയിരിക്കുന്ന മേഖലകൾ ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ നന്മകളെ കുറിച്ച്, അവന്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ വെളിപ്പെടുത്തണം. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കും, സുവിശേഷം പറയാൻ അറിയത്തില്ല, യേശുവിനെ കുറിച്ച് പറയാൻ അറിയത്തില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ അവനെ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും. ഈ ക്യാമ്പ് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കർത്താവിനെ വെളിപ്പെടുത്തും എന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനത്തോടെ നമ്മൾ ഇവിടുന്ന് കടന്നു പോകും. ഞാനൊരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ബൈബിളിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ഒരു പ്രത്യേക സാഹചര്യങ്ങളിലായി തീരുകയാണ്. സ്വന്തം ദേശം വിട്ട് മറ്റൊരു ദേശത്ത് പോകേണ്ടതായ ഒരവസ്ഥ. ആ ദേശത്ത് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് താൻ സേവിച്ച ദൈവത്തെ, താൻ അറിഞ്ഞ ദൈവത്തെ, ആ ദൈവത്തിന്റെ സൽഗുണങ്ങളെ എങ്ങനെയാണ് വെളിപ്പെടുത്തിയെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നത്. ആ വ്യക്തി മറ്റാരുമല്ല, ദാനിയേൽ എന്ന് പറയുന്നതായിരിക്കും. നിങ്ങൾ ദാനിയേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബൈബിളിൽ ഒരു പുസ്തകമുണ്ട്, ദാനിയേൽ പ്രവചനം. അവിടെ ദാനിയേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദാനിയേൽ ബൈബിളുള്ളവർക്ക് ദാനിയേൽ പ്രവചന പുസ്തകം എടുക്കാം. ആ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ കൂടുതൽ ഭാഗവും ദാനിയേൽ എന്ന് പറയുന്നതായിരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ ജീവിതമാണ് അവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹം യെരൂശലേമിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്നതായ രാജാവ് ആ രാജ്യം ആക്രമിച്ചിട്ട് ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ ഒക്കെ പിടിച്ചുകൊണ്ട് ബാബേൽ എന്ന് പറയുന്നതായിരിക്കുന്ന മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, സ്വന്തം ദേശം നഷ്ടപ്പെട്ടു, അവരുടെ പള്ളി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെയുള്ളതായിരിക്കുന്ന അനേകരെ എവിടെ കൊണ്ടുപോയി?
ബാബേൽ എന്ന് പറയുന്നതായിരിക്കുന്ന മറ്റൊരു രാജ്യത്തിലേക്ക്. അങ്ങനെ ഈ ഇവിടെ കാണുന്ന ദാനിയേലും യെരൂശലേം വിട്ടിട്ട് എവിടെ പോയിട്ട് വന്നു? ബാബേൽ എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യത്ത് താമസിക്കേണ്ടത്. ഒറ്റപ്പെട്ടു പോയി. കൂട്ടത്തിൽ പലരുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, അവരുടെ വീട് നഷ്ടപ്പെട്ടു. അങ്ങനെ മറ്റൊരു ദേശത്തായിരിക്കുക. ഇന്ന് പകല് ഞാൻ ഈ ഭാഗം ചിന്തിക്കാനായിട്ട് നമ്മളൊരു പക്ഷേ അങ്ങനെ ആരും പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾ മറ്റൊരു സ്ഥലത്താകേണ്ടതായിട്ട് വരും. മറ്റൊരു സംസ്ഥാനത്താകേണ്ടി വരും, മറ്റൊരു രാജ്യത്താകേണ്ടതായിട്ട് വരും. നമ്മുടെ ജോലിയോ പഠനമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട്, ഘോഷിപ്പാനായിട്ട് സാധിക്കും. ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന ആ വ്യക്തി ബാബേൽ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോൾ അവന് വേണമെങ്കിൽ അവൻ്റെ ഇഷ്ടംപോലെ ജീവിക്കാം. നല്ല കൂട്ടുകാരെ കിട്ടും, നല്ല സാഹചര്യങ്ങൾ കിട്ടും, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ ആ ദേശത്ത് താനായിരിക്കുമ്പോൾ ഈ ദൈവത്തെ എങ്ങനെയാണ് ഘോഷിച്ചത്? ഈ ദൈവത്തെ അവനെ പ്രസംഗിക്കാനൊന്നും പോയില്ല. എങ്ങനെയാണ് ഈ ദൈവത്തെ വെളിപ്പെടുത്തിയെന്ന് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആർക്കും വായിക്കാമോ? 1-ാം അധ്യായത്തിൽ, ദാനിയേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അതിന് വായിക്കും. ഞാൻ വായിക്കണോ? നോക്കുക. അവിടെയുള്ളവരെ ദാനിയേൽ അവിടെ ചെന്നപ്പോൾ ദാനിയേലിന് ജോലിയൊക്കെ കിട്ടി. രാജകൊട്ടാരത്തിൽ രാജാവിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതായിരിക്കുന്ന ജോലിയാണ്. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ ദാനിയേൽ പറയുകയാണ്, ഞാൻ രാജാവ് കഴിക്കുന്ന വീഞ്ഞുകൊണ്ടും ആ ഭക്ഷണം കൊണ്ടും ഞാൻ തന്നെ അശുദ്ധമാക്കയില്ല എന്ന് താൻ ഹൃദയത്തിൽ തീരുമാനിച്ചു. എന്താണ് അതിന് കാരണം? രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ അശുദ്ധനാവുമോ? ഇല്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. താൻ ആരാണ്? താൻ ദൈവത്തെ വിശ്വസിക്കുന്നവനാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി. താൻ അവിടെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് താൻ തീരുമാനിക്കുക. അതിനൊരു കാരണമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവന് ലഭിക്കുന്നതായ ഭക്ഷണം വിഗ്രഹങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചതിന് ശേഷമാണ് അവർക്കൊക്കെ ഭക്ഷിക്കാനായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് വിഗ്രഹാർപ്പിതം കഴിക്കരുതെന്നാണ് അവരുടെ ഹൃദയത്തിലെ പ്രമാണം, അവൻ വിശ്വസിക്കുന്ന ആ പ്രമാണം. അതുകൊണ്ട് തന്നെ അശുദ്ധമാക്കയില്ല എന്ന് താൻ തീരുമാനിച്ചു. അപ്പൊ നോക്കണം, വേറെ ആരും അവനെ കാണാനില്ല, അവൻ്റെ മാതാപിതാക്കൾ കാണാൻ. നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരനാണ്, ഒത്തിരി പ്രായമുള്ള ആളൊന്നുമല്ല ആ സമയത്ത്. ദാനിയേൽ അതൊരു യൗവന കാലമാണ്. തൻ്റെ മാതാപിതാക്കൾ തന്നെ കാണില്ല, തൻ്റെ സഭക്കാർ തന്നെ കാണാനില്ല, ആരും അറിയുന്നില്ല. എന്ത് വേണമെങ്കിൽ ചെയ്താലും ഒരു പ്രശ്നമില്ല, കാരണം മറ്റൊരു രാജ്യത്താണ്, മറ്റാരും അറിയുന്നില്ല. പക്ഷേ താനൊരു തീരുമാനമെടുത്തു, തന്നെ അശുദ്ധമാക്കുക. കാരണം എന്താ? ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്തിനാണ് നമ്മൾ ഈ ക്യാമ്പൊക്കെ ഇവിടെ ക്രമീകരിക്കുന്നത്? നമുക്ക് ഈ ബോധ്യം ഉണ്ടാകണം. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ ദൈവത്തെ, ഞാൻ അറിഞ്ഞ ദൈവത്തെ, അവൻ്റെ സൽഗുണങ്ങളെ ഞാൻ വെളിപ്പെടുത്തും. നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയണം. നമുക്ക് കിട്ടുന്ന, നമ്മൾ മറ്റൊരു സ്ഥലത്താവുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂട്ടുകാർ മറ്റു പല സ്വഭാവമുള്ളവരാണ്, മറ്റു മോശമായ ചില രീതികളുള്ളവരാണ്. അവരോടുകൂടെ കൂടുകയാണോ നമ്മൾ ചെയ്യുന്നത്, അതോ അവരിൽ നമ്മൾ വ്യത്യസ്തരാകുകയാണോ? ഏതാ ചെയ്യേണ്ടത്? നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സമൂഹമാണ്. നമ്മൾ അവരിൽ നിന്ന് എന്താണ്? വ്യത്യസ്തരാണ്. നമ്മൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മളെവിടെ ആയിരിക്കുന്നോ അവിടെ നമുക്ക് ഇഷ്ടംപോലെ ജീവിക്കാം. നമുക്കറിയാം, നമ്മുടെ പല
ദൈവമക്കളും ഇവിടെ നമ്മളെ സംസ്ഥാനം വിട്ട് നമ്മുടെ ദേശം വിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ഒത്തിരി ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ബോധ്യം വേണം, ഞാൻ എവിടെയായിരുന്നാലും ഞാൻ അറിഞ്ഞ ദൈവത്തെ, എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ, അനേകരുടെ മധ്യത്തിൽ നിന്നും എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ ഞാൻ ഘോഷിക്കും. ആ ദൈവത്തെ ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സ്വഭാവത്തിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെ ഞാനത് വെളിപ്പെടുത്തുമെന്നുള്ളതായിരിക്കുന്ന ആ ഒരു തീരുമാനം ഈ ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ പക്ഷേ 10ാം ക്ലാസ്സിലോ +1-ലോ +2-ലോ ഒക്കെ പഠിക്കുകയായിരിക്കാം. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളായിട്ട് നിങ്ങൾ ദേശം വിട്ട് മറ്റൊരിടത്തൊക്കെ ആയിത്തീരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം, ഇന്ന് നമ്മൾ ഈ ക്യാമ്പിൽ സംബന്ധിച്ചതിൻ്റെ ഈ ദിവസങ്ങളിലൂടെ ആയിരിക്കുന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്തു, ഞാൻ ദൈവത്തെ ഘോഷിപ്പാൻ, എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതായിരിക്കുന്ന ഉറച്ച തീരുമാനത്തോടെ നമ്മളെ മുമ്പോട്ട് പോകണം. നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കിഷ്ടം തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നവരായി തീരാതെ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മകളാണെന്നുള്ളതായ ബോധ്യം നമുക്കാണ്. രണ്ടാമതായിട്ട് ദാനിയേൽ ദൈവത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ബുദ്ധിയോടും അത് ശ്രദ്ധിച്ച് വായിക്കണമേ. ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സവിശേഷതയിൽ ഒന്നാണ് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം. നമ്മൾ മണ്ടന്മാരായി ജീവിക്കണം അല്ല, നമ്മൾ ബുദ്ധിയും വിവേകവും ഉള്ളവരായിരിക്കണം. നോക്കണം, ദാനിയേൽ എവിടെ നിങ്ങളുടെ പ്രായത്തെക്കാൾ സ്വല്പം കൂടെ പ്രായം കാണുമായിരിക്കാം. അവിടെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഈ ദാനിയേലിനെയും സമൂഹത്തെയും ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ദാനിയേൽ എന്ത് ചെയ്തു? ബുദ്ധിയോടും വിവേകത്തോടും അവരോട് സംസാരിച്ചു. അപ്പോൾ ദൈവത്തെ നമ്മൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധികേടുകൾ ഉണ്ടാകും. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. ആ സമയത്ത് വളരെ ബുദ്ധിയോടും വിവേകത്തോടുമുള്ളതായിരിക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് അല്ലെങ്കിൽ ചെറുപ്പക്കാരി വന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുക. നമുക്ക് സ്നേഹം കാണുമ്പോൾ അതൊക്കെ ലോകങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ഇഷ്ടങ്ങൾ തോന്നും അല്ലേ? അത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ വലിയ തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളായിരിക്കുന്നത് നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തോടെ ബുദ്ധിയോടും വിവേകത്തോടും നമ്മളായിരിക്കണം. ഒരു പക്ഷേ ആരും നമ്മളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നമ്മളെ വീട് വിട്ട് നമ്മൾ പഠനത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടാകും. നമ്മളെ വശീകരിച്ചു കൊണ്ടുപോകുവാനും നമ്മളെ മറ്റു വഴിയിലേക്ക് നയിക്കാനൊക്കെ അനേക കൂട്ടുകാർ നമുക്കുണ്ടാകും, അനേക സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിയോടും വിവേകത്തോടും ഉള്ളതായിരിക്കുന്ന പെരുമാറ്റങ്ങൾ നമുക്ക് കാണണം. എന്താണ് ഇവിടെ ബുദ്ധിയും പെരുമാറ്റവും ഉണ്ടാകണം എന്ന് പറയുന്നത്? ഞാൻ ആരാണ്? എനിക്ക് യോഗ്യമായിരിക്കുന്നതാണോ ഇത്? എനിക്ക് പറ്റിയതാണോ ഇതെന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിന്തയോടെ ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന ഒന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് മറ്റൊന്നിരിക്കുകയാണ് ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളതായിരിക്കുന്ന ചിന്ത. ഇത് തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകും. ആ സംഘർഷത്തിൽ ഒരുപക്ഷെ
നമ്മൾ എങ്ങോട്ട് ചായാൻ സാധ്യതയുണ്ട്? പ്രലോഭനങ്ങളിലേക്ക് ചായാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സമയത്ത് ഇവിടെ അനിൽ പറയാണ്, ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം. നിങ്ങളെ പണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കും? എനിക്കും ഇഷ്ടപ്പെട്ടോ. വേറൊരാളൊന്നും പറയും ഞാൻ നിന്നെ ഇഷ്ടപ്പെടും, എനിക്ക് നിന്നെ ഇഷ്ടം. അവിടെയൊക്കെ അത് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ഞാൻ ആരാണെന്നുള്ളതായിരിക്കുന്ന, നമ്മൾ ആരാണ്, നമുക്ക് പറ്റിയ ബന്ധമാണോ, ഇതാണോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകാമെങ്കിൽ അവിടെ നിന്ന് തിന്മയിൽ നമുക്ക് ഒഴിയുവാനായിട്ട്. ഞാനിത് മനസ്സിൽ വരുമ്പോൾ എനിക്ക് അനേകരുടെ ദാരുണമായിരിക്കുന്ന ജീവിത അധപ്പതനം കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അനേക ദൈവമക്കളെന്ന് ചിന്തിക്കുന്ന ആയിരുന്ന ദൈവമക്കൾ പ്രലോഭനങ്ങളിൽ പെട്ടിട്ട് അവരുടെ ജീവിതം നശിച്ചു പോയത് മനസ്സിൽ കണ്ടുകൊണ്ടാണ്. നമ്മുടെ മക്കളാരും നിങ്ങളാരും അങ്ങനെ ആയിത്തീരരുത്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ആ ബോധ്യത്തോടെ നമ്മളായിരിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. മൂന്നാമതായിട്ട് ഈ ദാനിയേൽ കാണുന്ന മറ്റൊരു സവിശേഷത, എങ്ങനെയാണ് താൻ ദൈവത്തെ താനായിരുന്ന ദേശത്തെ വെളിപ്പെടുത്തിയത്? 3-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യാതൊരു കുറ്റവും ദാനിയേലിനെ സമൂഹത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരു ഭാഗത്ത് ശത്രുക്കളായിരിക്കുന്നവർ ശ്രമിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ദാനിയേൽ മറ്റൊരു ദേശത്താണ്. അവിടെ ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്, അവൻ എന്തായിരുന്നു? യാതൊരു കുറ്റവും തെറ്റും കാണാതെ അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി. നമുക്ക് കിട്ടിയതായിരിക്കുന്ന ചിന്താവിഷയം, ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കും നമ്മൾ വിശ്വസ്തയോടെ, ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ, ഈ ദാനിയേൽ പ്രവചന പുസ്തകം അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവനെ വിടുവിക്കുന്ന വഴികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവന്റെ പ്രതിസന്ധിയിൽ അവനെ വിടുവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം അവൻ നിന്ന സ്ഥാനത്ത്, അവനായിരുന്ന സ്ഥാനത്ത് അവൻ വിശ്വസ്തനായിരുന്നു. എന്താ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അത് ഏതിൽ വിശ്വസ്തനാണെന്ന് പറയുന്നത്? അവൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി പോകുന്ന ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കും നമ്മൾ. നമ്മുടെ സാഹചര്യങ്ങൾ മാറാം, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകാം, പഠനത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം, നമ്മൾ ഉദ്ദേശിച്ച പല മേഖലകളിൽ നമുക്ക് എത്തിച്ചേരാൻ വന്ന് കാണുകയില്ല. പല പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടെന്ന് വരാം. നാളെ വളരും തോറും നിങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥമായി അഭിമുഖീകരിക്കുന്നതായിരിക്കുന്ന സമയങ്ങൾ. ഇപ്പൊ നമുക്ക് വളരെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്ന കാലമാണ് നിങ്ങൾ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്യേണ്ടതായിരിക്കും. നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കൊരു പക്ഷേ നേരിടേണ്ടതായിരിക്കും. ദാനിയേൽ വലിയൊരു പ്രശ്നത്തിന്റെ നടുവിലായിരുന്നപ്പോൾ എങ്ങനെയാണ് തന്റെ ദൈവത്തെ താൻ വെളിപ്പെടുത്തിയത്? താൻ അവിടെയും ദാനിയേലിനെയും കൂട്ടരെയും കൊല്ലുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ചു. വേണമെങ്കിൽ രാജാവിനെ കുമ്പിട്ടാൽ ആ കൽപ്പന രാജാവിനോട് പ്രാർത്ഥിച്ചാൽ അവന് രക്ഷപ്പെടാം.
പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ദാനിയേൽ തീരുമാനിച്ചു, ഞാൻ ദൈവസന്നിധിയിൽ അവിശ്വസ്തനായി തീരുകയില്ല എന്ന് തീരുമാനിച്ചിട്ട് അവരുടെ ജീവിതം ദൈവത്തോട് വിശ്വസ്തതയുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ലായിരുന്നു, നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ദൈവത്തെ നമ്മുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ വായിരിക്കുന്നിടത്ത് ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് നമുക്ക് ഒരു പ്രയാസമില്ലെന്നല്ല, നമുക്ക് കഴിയണം. ചിലപ്പോൾ ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുന്ന വാക്കാണ്, നമുക്ക് ഒത്തിരി പ്രലോഭനങ്ങളുള്ള സമൂഹത്തിലാണ് നമ്മളെ ആകർഷിക്കുന്ന, നമ്മുടെ സഭയിലില്ലാത്ത അനേക സന്തോഷം തരുന്ന ഒത്തിരി ചുറ്റുപാടുകളാണ് നമുക്കുള്ളത്. സഭയിലാണെങ്കിൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മിണ്ടരുത്, അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്ത് അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ സ്വതന്ത്രമായി കഴിയുമ്പോഴോ, നമ്മൾ സഭ വിട്ട് മറ്റൊരു ദേശത്തായിരിക്കുമ്പോഴോ, നമ്മുടെ കുടുംബം വിട്ട് മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോഴോ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യം, എന്ത് ചെയ്യാനുള്ളതായ സ്വാതന്ത്ര്യം. ആ സമയത്ത് ഈ ക്യാമ്പിലൂടെ നമ്മൾ പ്രാപിച്ച, നമുക്ക് ലഭിച്ച ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകരുത്. ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. നമ്മൾ ബൈബിളിൽ വാക്യമുണ്ട്, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വാക്യമാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നു. ദൈവത്തോടെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമായ മേഖലകൾ ദൈവത്തിന് നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദാനിയേൽ വിശ്വസ്തനാണ്. സമയം ചുരുക്കം ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവത്തെ അവൻ തന്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അവൻ പ്രസംഗിച്ചില്ല, രാജാവിന്റെ അടുത്ത് പോകുന്നൊന്നും പ്രസംഗിക്കാൻ പോയില്ല. തന്റെ ജീവിതം കൊണ്ട് തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തെ വെളിപ്പെടുത്തിയതായിരിക്കുന്ന ദാനിയേലിന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ അവിടെയാണ് നമുക്ക് ദാനിയേലിനും സമൂഹത്തിനെതിരെ ഉള്ളതായ ഒളിയമ്പുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ കൊന്നുകളയാൻ മറ്റുള്ള ചില സമൂഹങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്നുള്ളതായ രേഖകൾ ഉണ്ടായപ്പോൾ ദാനിയേൽ ഇവിടെ പോയില്ല, രാജാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പോയി, രാജാവിനോട് പ്രാർത്ഥിക്കാൻ പോയില്ല. അവൻ ഇവിടെ പറയുകയാണ്, അവൻ എന്ത് ചെയ്തു? താൻ താമസിച്ച വീടിൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടെന്ന് പറഞ്ഞ അർത്ഥം, അവരാരാധിച്ച ദേവാലയം യെരൂശലേമാണ്, വിശുദ്ധ സ്ഥലമെന്ന് അവർ ചിന്തിക്കുന്ന കൂട്ടരാണ്. അതിന് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം അവിടെ പാർക്കുന്നു, എൻ്റെ ദൈവത്തോട് ഞാൻ എൻ്റെ സങ്കടങ്ങളെ പകരും. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാകുമ്പോൾ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്ന ഒരു പ്രവണതയാണ്, ഒരു പ്രയാസം വരുമ്പോൾ, ചെറിയൊരു നിസ്സാരമായിരിക്കുന്ന കാര്യം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നൊരു പ്രവണത. ഇന്ന് രാവിലത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഒരാൾക്ക് ഇലക്ഷന് മത്സരിക്കാൻ ആ പാർട്ടി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കൊടുത്തില്ല, തിരഞ്ഞെടുത്തില്ല, അദ്ദേഹത്തെ നിർത്തിയില്ല, അദ്ദേഹം വിഷം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം ഒരു MP ആണ്, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല പാർട്ടി, അദ്ദേഹം പോയത് വിഷം കഴിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രവണത, വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ്, ഒരു ചെറിയ കാര്യം വരുമ്പോഴും ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, നമുക്ക് ആവശ്യങ്ങളുണ്ടാകും, പക്ഷേ നമുക്കൊരു സ്ഥലമുണ്ട്, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഉള്ളൊരു സ്ഥലമുണ്ട്. ഇന്ന് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ എവിടേക്ക് പോകണം? നമ്മൾ ദാനിയേൽ എവിടേക്ക് പോയി? എങ്ങും പോയില്ല. അവിടെ ഇരുന്നുകൊണ്ട്
യെരൂശലേമിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ശരി. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദാനിയേലിന്റെ ജീവിതത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? അവൻ ദൈവത്തോട് തന്നെ ആവശ്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം. ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ, എൻ്റെ സമയം ഇവിടെ അവസാനിച്ചു. അടുത്ത ദിവസം രാജാവിനോട് പ്രാർത്ഥിക്കാത്ത നിമിത്തമായിട്ട് ദാനിയേലിനെ പിടിച്ച് വഴിയിട്ടു. അങ്ങനെ ചെയ്യാത്തവരെ സിംഹങ്ങളുടെ കുഴിയിലിടുന്ന പറഞ്ഞു. ദാനിയേൽ പ്രാർത്ഥിച്ചില്ല. പക്ഷേ അടുത്ത ദിവസം അവൻ സിംഹങ്ങളുടെ പിടിച്ച് ഇടുവാനായിട്ട് കയറ്റുന്നു. എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് കഥ അറിയാം, സംഭവം അറിയാം. എന്ത് സംഭവിച്ചു? ദൈവം സിംഹങ്ങളുടെ വായടച്ചു. രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് നേരം വളർന്ന് ദാനിയേൽ കിടക്കുന്ന സിംഹം ആ കൂട്ടിൽ ഗുഹയിൽ ചെന്ന് നോക്കുമ്പോൾ ദാനിയേലിനെ രാജാവ് വിളിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്ന് വിളിച്ചുകൊണ്ടാണ് രാജാവ് അടച്ചിരുന്നത്. സിംഹങ്ങളുടെ വായെ അടച്ച് അത് ധാരാളം ദിവസം ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുന്ന സിംഹത്തിന് ഭക്ഷണം ആർത്തിയോടെ ഭക്ഷിക്കേണ്ട സിംഹങ്ങളാണ്. അതിന് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുക. എന്ത് കിട്ടിയാലും അന്നേരം ഭക്ഷിക്കാനുള്ളതായ വിശപ്പുള്ള സിംഹത്തിൻ്റെ വായ എന്ത് ചെയ്തു? ദൈവം അടച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യും. ആര് ദാനിയേലിനെതിരായി പ്രവർത്തിച്ചോ അവരെ ഉന്മൂലനം ചെയ്തിട്ട് ദാനിയേലിനെ ആ ദേശത്ത് ദൈവം ഉയർത്തി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഈ സമൂഹത്തിൽ ഉന്നതരാണ്. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ ഉയർത്തും. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർക്കുക. നമ്മളുടെ വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പറയാൻ ശ്രമിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും നിങ്ങളുടെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ വംശവും സ്വന്തം ജനമാവും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുമിച്ച് കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാതെ രാവിലെ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കും. ഒരുമിച്ച് പറയാം, ദൈവത്തെ സ്തുതിച്ചേ. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ക്യാമ്പ് തീരുമ്പോൾ നമ്മൾ പ്രത്യേകതയുള്ളവരായി തീരുവാൻ, വിശേഷതയുള്ളവരായി തീരുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.